ഇപ്പം നമ്മൾ ഡിസംബർ 16 മലങ്കര സഭയിൽ യോജിപ്പുണ്ടായ ദിനമാണെന്ന് പറഞ്ഞ് നമ്മളത് പബ്ലിഷ് ചെയ്തപ്പോൾ ഇവന്മാർ പുതിയ നമ്പറുമായിട്ട് ഇറങ്ങിയിരിക്കല് കരിതീരവാദം. നാണം ഉണ്ടോ ചെറുക്കാം അതിനൊക്കെ നസറാണിയാന്ന് പറഞ്ഞ് നടക്കാൻ അലവലാദികൾ. വിശാല് പറഞ്ഞ കറക്റ്റ്. അതായത് ഇവന്മാർ വിചാരിച്ചത് ഓഹോ നമ്മൾ പഴയ സെമിനാരിൽ പോയി സത്യം ചെയ്തു. ആഹാ എടാ നല്ല ഒന്നാന്തരമായിട്ട് രേഖയുണ്ടടാ, രേഖ. പാത്രിക്കീസ് ഇങ്ങോട്ട് കൊടുത്തതും പൗരസ്ത്യ കാതോലിക്ക അങ്ങോട്ട് കൊടുത്തതുമായ കൽപ്പനകളുടെ രേഖയുണ്ട് നമ്മുടെ കയ്യിൽ, മനസ്സിലായോ? ആ രേഖ നമ്മൾ കോടതിയിലും സബ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇല്ലെങ്കിൽ നീയൊക്കെ ഉണ്ടല്ലോ ഇസഡംബാറട്ടിന്റെ മലങ്കര നസ്രാണികൾ എന്ന് പറയുന്ന 10 വോള്യൂം ബുക്കുണ്ട്. അത് മേടിച്ച് വായിച്ചു നോക്കി. അതിനകത്ത് നല്ല വെണ്ടയ്ക്ക അക്ഷരത്തിൽ വെട്ടിപ്പായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ കൽപ്പനയും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പോയി വായിച്ച് പഠിക്കും. അതാണ് നമുക്ക് പറയാനുള്ളത്. യവനെയൊക്കെ എന്താ ചെയ്ത് കഷ്ടം. ഇനി ഒന്നും വേണ്ട പോട്ടെ. ഇനി ഇതിനകത്ത് എങ്ങും അങ്ങനെ ഒരു വാക്കില്ലെന്ന് വെച്ചു, എന്നാൽ പോലും ഞങ്ങൾ സമ്മതിച്ചു. പക്ഷേ പൗരസ്ത്യ കാതോലിക്ക അങ്ങോട്ട് കൊടുത്തത് കണ്ടീഷണൽ ആയിട്ടാണ് പാത്രിക്കീസിനെ സ്വീകരിക്കുന്നത്, അൺകണ്ടീഷണൽ ആയിട്ടല്ല. പാത്രിക്കീസ് പൗരസ്ത്യ കാതോലിക്കയെ സ്വീകരിച്ചത് അൺകണ്ടീഷണൽ ആയിട്ടാണ്, മനസ്സിലായോ? അതായത് നിലവിൽ ജീവിച്ചിരിക്കുന്ന മർത്തോമാ ശ്ലീഹായുടെ പൗരസ്ത്യ സിംഹാസനത്തിലെ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തായുമായ മോറാൻമാർ ബെസേലിയോസ് ഗീവർഗീസ് സെക്കൻഡിനെ പൗരസ്ത്യ കാതോലിക്കയായി നാം സ്വീകരിച്ചിരിക്കുന്നു. മനസ്സിലായടാ? എന്നാൽ ആ പൗരസ്ത്യ കാതോലിക്ക തിരിച്ചു കൊടുത്ത കൽപ്പനയിൽ എഴുതിയിരിക്കുന്നത് എന്നാണെന്നറിയോ നിനക്ക്? അതായത് നിലവിൽ മലങ്കര സഭയിൽ നടപ്പിൽ വന്നിരിക്കുന്ന 1934 കോൺസ്റ്റിറ്റ്യൂഷന് വിധേയമായി അന്ത്യോക്യായുടെ ഇഗ്നാത്തിയോസ് യാക്കോബ് തൃതീയൻ പാത്രിയർക്കീസിനെ സ്വീകരിക്കുന്നതിൽ നാം പ്രസാദിച്ചിരിക്കുന്നു കേട്ടോ. അതായത് കണ്ടീഷൻ എന്നാണ് 1934 കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ 1934 കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് പറയുന്നത്? മലങ്കര സഭയുടെ തലവൻ ആരാണെന്നും മർത്തോമാ ശ്ലീഹായിക്ക് എന്താണ് അവിടെ കാര്യമെന്നും പത്രോസ് ശ്ലീഹായിക്ക് അന്ത്യോക്യയിൽ എന്താണ് കാര്യമെന്നും ഒക്കെ കറക്റ്റായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. ഇതൊന്നും അറിയാൻ മേലാതെ പുതിയ ജനറേഷനിൽ വന്നിട്ട് ഇത് തള്ളി മറിക്കരുത്. കള്ളത്തരം എഴുതുമ്പോൾ പഠിച്ചിട്ട് വന്ന് കള്ളത്തരം എഴുതണം, മനസ്സിലായോ? അതാണ് നമുക്ക് പറയാനുള്ളത്. എടാ നീയൊക്കെ വാ തുറക്കുന്നതേ കള്ളം പറയാനാണെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറയും. അതല്ല നിന്നോടൊക്കെ പറഞ്ഞു എൻ്റെ പൊന്ന് സഹോദര, ഇതെല്ലാം ഉണ്ടല്ലോ ദൈവത്തിന്റെ കയ്യൊപ്പുള്ളതാണ്, മനസ്സിലായോ? ദൈവം തമ്പരാൻ കയ്യൊപ്പിട്ട് നീ ഒന്ന് എത്ര വിചാരിച്ചാലും ഇത് വെളുപ്പിക്കാൻ പറ്റില്ല. മനസ്സിലായി? വെറുതെ വൃഥാ വ്യായാമമൊന്നേ ഉള്ളൂ, ഒരു കാര്യവുമില്ല, മനസ്സിലായോ? ഈ 2 കൽപ്പനയോടെ ഞങ്ങളിവിടെ പബ്ലിഷ് ചെയ്താൽ നിന്റെ ആ സുക്കടങ്ങ് തീരുമല്ലോ. ഇപ്പം മേളിൽ നമ്മുടെ റിന്യൂ പറഞ്ഞ പോലെ പോയിനടാ, പോയിൻ്റെ തരത്തിൽ പോയി കളി. അതാണ് എനിക്ക് ഇതിന് മറുപടി പറയാനുള്ളത്. ഓരോരുത്തന്മാർ രാവിലെ വന്നോളൂ ഓരോ ഊള ഡയലോഗുമായിട്ട്.